السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. 15ാമത്തെ ചോദ്യമായി വന്നത് സിഹർ ഫലിക്കുന്ന വിഷയത്തിൽ അഹ്ലുസുന്നയുടെ അഭിപ്രായം എന്താണ് എന്നതാണ്. ഈ അഹ്ലുസുന്നയുടെ ഭൂരിപക്ഷം എന്നൊരു അഭിപ്രായം ഇസ്ലാമിൽ പ്രമാണമായിട്ടില്ല. ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് ഈ 4 പ്രമാണങ്ങളാണ് മുസ്ലിം ലോകം അംഗീകരിച്ചത്. അഹ്ലുസുന്നയുടെ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ സിഹറിനെയും എതിർത്തിട്ടുണ്ട്. അഥവാ ഖുർആനും സുന്നത്തും സിഹറിനെ എതിർത്ത മാതിരി ആ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ സിഹറിൻ്റെ ഹഖീഖത്തിനെ നിഷേധിച്ചിട്ടുമുണ്ട്. അതാണ് ഇന്നത്തെ വിഷയം. ആദ്യത്തെ മുഫസ്സിറായ ഇബ്നു ജരീർ തബരി പറയുന്നത് സൂറത്ത് അൻആം 7ാമത്തെ വചനത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് ലൈസത്തു ലഹു ഹഖീഖത്തുൻ വലാ സിഹത്തുൻ, സിഹറിന് യാഥാർത്ഥ്യവുമില്ല സാധുതയുമില്ല എന്ന്. സിഹർ പരിക്കൂല്ല, അതിന് യാഥാർത്ഥ്യവുമില്ല എന്നാണ് തഫ്സീർ ജാമിഉ ബയാൻ സൂറത്ത് അൻആം 7ാമത്തെ വചനത്തിൻ്റെ തഫ്സീർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി 2 അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. വയതഅല്ലമൂന മാ യളുറുഹും വലാ യൻഫഉഹും, സൂറത്തുൽ ബഖറ 102ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് വയതഅല്ലമൂന മാ യളുറുഹും വലാ യൻഫഉഹും, അവർക്ക് ദോഷമുണ്ടാക്കുന്നതാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലാ യൻഫഉഹും, എന്നാൽ അവർക്കത് പ്രയോജനകരവുമല്ല. അപ്പോൾ ദോഷമുണ്ടാക്കുക എവിടെ? ശരീരത്തിനല്ല ദോഷം, പരലോകത്ത് ദോഷം ഉണ്ടാക്കുന്ന കാര്യം. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മാ യളുറുഹും ഫീ ദീനിഹിം വലാ യൻഫഉഹും, അതാണ് ഇബ്നു കസീർ ഇബ്നു ജരീർ തബരിയൊക്കെ ആയത്തിന് തഫ്സീർ പറഞ്ഞത്. മാ യളുറുഹും ഫീ ദീനിഹിം, ദീനിൽ അവർക്ക് ദോഷം ഉണ്ടാക്കുന്നത് ശിർക്കാണ്, സിഹർ. അപ്പോൾ പരലോകത്ത് ശാശ്വതമായിട്ട് നരകത്തിൽ കിടക്കേണ്ടി വരും. അതാണ് അവിടുത്തെ ദോഷം. വലാ യൻഫഉഹും, എന്നാൽ വല്ല പ്രയോജനം ചെയ്യോ? അതെറ്റല്ലോണം. സിഹർ പരിക്കെങ്കിലും ഖുർആൻ ഇങ്ങനെ പറയില്ലോ, അത് പ്രയോജനം ചെയ്യും, ദ്രോഹം ചെയ്യുന്നു എന്ന് പറയണ്ടേ. വലാ യൻഫഉഹും, ഒരു പ്രയോജനവും ചെയ്യൂല. പരലോകത്താണെങ്കിൽ അവർക്ക് ദോഷം ചെയ്യും. അതാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് സൂറത്തുൽ ബഖറ 102ാമത്തെ വചനത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത്. അതുപോലെ സൂറത്ത് അംബിയ 3ാം വചനത്തിൻ്റെ തഫ്സീറിൽ പ്രമുഖ മുഫസ്സിറായ ഇമാം ഖുർത്തുബി പറയുന്നത് കുല്ലു മുതമവ്വിഹിൻ ലാ ഹഖീഖത ലഹു വലാ സിഹത, സിഹർ എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിൻ്റെ മുഖ്തസർ തഫ്സീറുൽ ഖുർത്തുബി അതിൻ്റെ 3ാം വാല്യം 125ാം പേജിൽ സൂറത്ത് അംബിയായിലെ 3ാമത്തെ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി പറയാണ് കുല്ലു മുതമവ്വിഹിൻ ലാ ഹഖീഖത ലഹു വലാ സിഹത, പൊളിപ്പും തൊങ്ങലും വെച്ച എല്ലാ കാര്യത്തിനും സിഹർ എന്ന് പറയും. ലാ ഹഖീഖത ലഹു, അതിന് യാഥാർത്ഥ്യമില്ല. വലാ സിഹത, സാധുതയുമില്ല. ഫലിക്കാത്ത, ഒരു പ്രയോജനം ചെയ്യാത്ത, പൊടിപ്പും തകലും വെച്ച എല്ലാ കാര്യത്തിനും സിഹർ എന്ന് പറയും എന്നാണ് ഇമാം ഖുർത്തുബി പറയുന്നത്. അപ്പം ഖുർത്തുബി ഇമാമും സിഹറിന് യാതൊരു ഫലവുമില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ വലാ യുഫ്ലിഹു സാഹിറു ഐസ്വാത്ത, സാഹിർ എവിടെ ചെന്നാലും വിജയം കൈവരിക്കൂല. സിഹർ ഭരിക്കെങ്കിൽ സാഹിറിന് വിജയമുണ്ട് എന്നല്ല ഖുർആൻ പറയുന്നത്. വലാ യുഫ്ലിഹു സാഹിറു ഐസ്വാത്ത, സൂറത്ത് ത്വാഹ 69ാമത്തെ വചനം. ആ വചനത്തിന് തഫ്സീറിൽ ഇമാം റാസി പറയാണ് യദുല്ലു, ഈ ആയത്ത് കുറിക്കുന്നുണ്ട്. എന്ത് കുറിക്കുന്നുണ്ട്? അല അന്ന സാഹിറ, തീർച്ചയായും സാഹിറുണ്ട്. ലാ യഹ്സുലു മഖ്സൂദുഹു, അവൻ്റെ ലക്ഷ്യം അവന് പൂർത്തീകരിക്കാൻ ലഭ്യമല്ല. അവൻ്റെ ലക്ഷ്യം അവന് ലഭ്യമല്ല. ബിസിഹ്രി, സിഹർ കൊണ്ട് ഖൈറൻ കാന ഔ ശർറൻ, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, സിഹർ കൊണ്ട് ഒരു ഫലവും അവന് ലഭിക്കൂല.
തിന്മ ചെയ്യാനും കഴിയൂല, സിഹറിന് നന്മ ചെയ്യാനും കഴിയൂല എന്നാണ് ഇമാം റാസി സൂറത്ത് ത്വാഹ 69-ാമത്തെ വചനത്തിൽ തഫ്സീറിൽ പറയുന്നത്. ഇനി ഇമാം ഷൗക്കാനി സാഹിർ എവിടെ ചെന്നാലും വിജയം കൈവരിക്കുന്നതല്ല എന്നതിനുള്ളതിന് ഇമാം ഷൗക്കാനിയുടെ തഫ്സീർ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് പറയുന്നു, സാഹിറിന്റെ വർഗം തന്നെ വിജയിക്കൂല എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഹൈസു അത്ത വായിന തവജ്ജഹ, എവിടെ ചെന്നാലും എവിടേക്ക് മുന്നിട്ടാലും സാഹിറിന്റെ ജിൻസിന് വിജയിക്കൂല, യാതൊരു ഫലവുമില്ല, ഉപകാരവുമില്ല, ഉപദ്രവം ചെയ്യാൻ കഴിയൂല. ഫത്വൽ ഖദീർ 3-ാം വാല്യം 375-ാം പേജ്. ഇനി അഹമ്മദ് സ്വാബി സൂറത്ത് ഹൂദ് 7-ാം വചനത്തിന്റെ തഫ്സീറിൽ ഇമാം അഹമ്മദ് സ്വാബി പറഞ്ഞു, ഇന്നഹു കലാമുൻ മുസയ്യനുൻ, സിഹർ എന്ന് പറയുന്നത് ആകർഷകമായ ഒരു വാക്ക് തന്നെയാണ്. പക്ഷെ ഫാസിദുൽ ബാത്തിനി, ഉള്ളു നാശാണ്, ഉള്ളു കൊള്ളയായ ഒരു ഫലവുമില്ലാത്ത, കേൾക്കാൻ കൗതുകമുള്ള ഒരു കാര്യമാണ് സിഹർ എന്നതാണ് ആര് പറഞ്ഞത്? ഇമാം അഹമ്മദ് സ്വാവി തൻ്റെ തഫ്സീർ സ്വാവിയിൽ അതിൻ്റെ 2-ാം വാല്യം 208-ാം പേജിൽ അദ്ദേഹം പറഞ്ഞത് അപ്രകാരം. അതുപോലെ ഇമാം നസഫി സൂറത്ത് ഹൂദിന്റെ 7-ാമത്തെ വചനത്തിന്റെ തഫ്സീറിലെ വസാഹിറു കാദിബും മുബ്തലുൻ, ഇമാം നസഫി പറഞ്ഞെന്താ? സാഹിർ എന്ന് പറഞ്ഞാൽ നുണയനാണ്, മുബ്തലുൻ ബാത്തിലായ സംഗതി, അതായത് അസത്യമായ സംഗതി ചെയ്യുന്നവനുമാണ് ആര്? സാഹിർ എന്നാണ് പറഞ്ഞത്. അതായത് സാഹിറിന് സത്യസന്ധതയില്ല, അവൻ പറയുന്ന ഒന്നും സംഭവിക്കുന്ന കാര്യമല്ല എന്നാണ് ഇമാം നസഫി തൻ്റെ തഫ്സീർ 2-ാം വാല്യം 180-ാം പേജിൽ പറയുന്നത്. അതുപോലെ അഹമ്മദ് മുസവൽ ഫറാദി സൂറത്ത് ത്വാഹയിലെ 69-ാം വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം അഹമ്മദ് മുസ്തഫൽ മറാദി പറയുന്നത്, ലാ യനാലു ഷായിറു മഖ്സൂദഹു ബിശൈരി, സിഹർ കൊണ്ട് ഒരു ലക്ഷ്യവും നേടാൻ ഷായിറിന് സാധ്യമല്ല. ഖൈറൻ കാന ഔ ശർറൻ, അത് തിന്മയാകട്ടെ നന്മയാകട്ടെ. ഇപ്പൊ സിഹർ കൊണ്ട് ഒരു നന്മയും നേടാൻ കഴിയൂല, തിന്മയും നേടാൻ കഴിയൂല എന്നാണ് തഫ്സീറുൽ മറാദി സൂറത്ത് ത്വാഹ 69-ാമത്തെ വചനത്തിൽ തഫ്സീറുൽ മറാദി ഇമാം അഹമ്മദ് മുസ്തഫൽ മറാദി പറയുന്നത്. അതുപോലെ ചില ആളുകൾ തെളിവ് നോക്കാതെ പറയാറുണ്ട്, മുഅ്തസിലികൾ മാത്രമാണ് സിഹറിനെ നിഷേധിച്ചതെന്ന്. സിഹറിന്റെ ഫലത്തെ നിഷേധിച്ചത്, സിഹർ വലിക്കൂല എന്ന് പറഞ്ഞത് മുഅ്തസിലികൾ മാത്രമാണ്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ പറയപ്പെട്ട ആളുകൾ മുഴുവൻ സിഹറിന് യാതൊരു ഫലമില്ല എന്ന് പറഞ്ഞവരാണ്. ഇനി അതിൻ്റെ ഒക്കെ പുറത്ത് ഇമാം അബൂ ഹനീഫ അപ്രകാരം തന്നെയാണ് പറഞ്ഞത്. ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായം ഇമാം ഷൗക്കാനി തൻ്റെ ഫത്വൽ ഖദീർ 1-ാം വാല്യം 153-ാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്, അബി ഹനീഫ, ഇമാം അബൂ ഹനീഫയുടെയും മുഅ്തസിലികളുടെയും അഭിപ്രായം എന്താണ്? ഇലാനു ഖുദാഉൻ ലാ അസ്ല ലഹു, അടിസ്ഥാനമില്ലാത്ത ഒരു വഞ്ചനയാണ് സിഹർ എന്നതാണ് ഇമാം അബൂ ഹനീഫയുടെയും മുഅ്തസിലികളുടെയും ഒക്കെ അഭിപ്രായം എന്നാണ് ഇമാം ഷൗക്കാനി അബൂ ഹനീഫയുടെ അഭിപ്രായമായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇത് ഫത്വൽ ഖദീർ 1-ാം വാല്യം 153-ാം പേജ്. ഇത് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറയാണ്, വഖ്തലഫ ഫി സിഹ്രി, സിഹറിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ ഭിന്നിച്ചിട്ടുണ്ട്, വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. ഫഖീല ഹുവ തഖീലുൻ ഫഖത്ത് ലാ ഹഖീഖത ലഹു, അതൊരു ഊഹം മാത്രമാണ്, യാതൊരു യാഥാർത്ഥ്യവും ഇല്ലാത്തതാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട് സിഹർ. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആദാ ഇഖ്തിയാർ അബി ജാഫറിൽ ഉസ്തിർബാദി,
മിന ഷാഫിയത്തി, ഷാഫി ഇമാമിൻ്റെ മദ്ഹബിലെ അബൂ ജാഫർ അൽ ഉസ്തുർബാദി സിഹറിനെ ഹഖീഖത്തില്ലാതെ വെറും തോന്നലാണ് എന്ന അഭിപ്രായക്കാരനാണ്. അബീബക്കർ റാസി മിനൽ ഹനഫിയത്തി, ഹനഫി മദ്ഹബിൽ നിന്ന് അബൂബക്കർ റാസിയും അതേ അഭിപ്രായക്കാരൻ തന്നെയാണ്. ഇബ്നു ഹസ്മി ലാഹിരി, ലാഹിരി മദ്ഹബിൽപ്പെട്ട ഇബ്നു ഹസ്ം റഹ്മത്തുള്ളയും അതേ അഭിപ്രായക്കാരനാണ്. സിഹറിന് യാതൊരു ഹഖീഖത്തുമില്ല, യാതൊരു യാഥാർത്ഥ്യമില്ല, അതൊരു തോന്നൽ മാത്രമാണെന്നുള്ള അഭിപ്രായമാണ് ഇബ്നു ഹസ്ം ലാഹിരിക്കുള്ളത്. തായിഫത്തിൻ, ഒരു വിഭാഗം പണ്ഡിതന്മാർക്കും, ഒരുപാട് പണ്ഡിതന്മാരുണ്ടാവുമല്ലോ, അവരൊക്കെ അഭിപ്രായം സിഹറിന് യാതൊരു ഹഖീഖത്തുമില്ല, അതൊരു തോന്നൽ മാത്രമാണ് എന്നതാണ് ഫത്ഹുൽ ബാരി 13-ാം വാല്യം 144-ാം പേജിൽ പറയുന്നത്. അതുപോലെ ഇമാം നവവി പറയാണ് മജ്മൂ ശറഹുൽ മുഹദ്ദബ് 19-ാം വാല്യം 240-ാം പേജിൽ ഇമാം നവവി പറഞ്ഞിട്ടുണ്ട്. ഖാല അബൂബക്കർ അൽ ഉസ്തുർബാദി, അബൂബക്കർ അൽ ഉസ്തുർബാദി പറഞ്ഞു, മിന്ന സ്വഹാബിന, നമ്മുടെ ആളുകളിൽപ്പെട്ട പണ്ഡിതനായ അബൂബക്കർ അൽ ഉസ്തുർബാദി പറഞ്ഞു പ്രസ്താവിച്ചു, ലാ ഹഖീഖത ലഹു വലാ തഅ്സീറ ലഹു, സിഹറിന് തഅ്സീറില്ല, പ്രതിഫലനവുമില്ല, യാഥാർത്ഥ്യവുമില്ല, അതൊരു പൊട്ടീസ് മാത്രമാണ് എന്നതാണ് ആരുടെ അഭിപ്രായം? അബൂബക്കർ അൽ ഉസ്തുർബാദിയുടെ അഭിപ്രായം എന്നാണ് ഇമാം നവവി മജ്മൂ ശറഹുൽ മുഹദ്ദബ് 19-ാം വാല്യം 240-ാം പേജിൽ പറയുന്നത്. ഇമാം നവവിയൊക്കെ ആരാണ്? ജാഹിദൊന്നുമല്ലല്ലോ. അപ്പോൾ സിഹറിന് ഒരു ഫലമില്ല എന്നാണ് ഇവരൊക്കെ ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. ഇനി ഇബ്നുൽ ഖയ്യിം പറയുന്നത് ഫൈന വാലിമമായി വസിറു ഫിൻ നിസായി, മിക്കവാറും സിഹർ ആർക്കൊക്കെ ഭരിക്കാം, അതായത് യഥാർത്ഥ വിശ്വാസികൾക്ക് സിഹർ ഫലിക്കൂല. പിന്നെ ഇബാദിയിൽ സുൽത്താനും സിഹർ ഫലിപ്പിക്കുന്ന പിശാചാണ് എന്നതാണ്, അത് ഫലിക്കുമെന്ന വാദക്കാരുടെ വാദം. അത് ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫത്ഹുൽ ബാരി കൊടുത്തിട്ടുണ്ട്, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാഹിർ എവിടെ ചെന്നാലും വിജയം കൈവരിക്കൂല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, തീർച്ചയായും എൻ്റെ അടിമകളുടെ മേൽ പിശാചിന് ഒരു അധികാരമില്ല. അപ്പൊ സിഹർ ഫലിപ്പിക്കാൻ പിശാചിന് സത്യവിശ്വാസികൾക്കിടയിൽ കഴിയൂല. അതുപോലെ വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞല്ലോ, ഓവിയന്നുഹും അജ്മഈൻ, എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കും, ഇല്ലാ ഇബാദക മിൻഹും വൽ മുഖ്ലസീൻ, നിന്റെ നിഷ്കളങ്കരായ അടിമകളെ വെച്ച്. അപ്പൊ നിഷ്കളങ്കരായ അടിമകൾക്ക് പിശാചിന്റെ സഹായത്തോട് കൂടി ചെയ്യുന്ന സിഹർ ഫലിപ്പിക്കാൻ കഴിയൂല എന്ന് വളരെ സ്പഷ്ടവും വ്യക്തവുമായിട്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്, ഫൈന വാലിബമായി വസ്റുഹു ഫിൻ നിസായി വസ്സിബിയാനി വൽ ജുഹാലി, മിക്കവാറും സിഹർ ആർക്കാ ഫലിക്കുക? പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും വിവരമില്ലാത്ത ആൾക്കാർക്കും, വഹുലുൽ ബവാദി, നാടോടികൾക്കുമാണ് സിഹർ ഫലിക്കുക. വമൻ ലഅഫ ഹല്ലഹു മിനദ്ദീനി വത്തവക്കുലി വത്തൗഹീദി, തൗഹീദും തവക്കുലും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കലും ദീനിൽ ദുർബലരായ ആളുകൾക്ക് മാത്രമേ, ദീനിയായ വിഷയത്തിൽ ഒന്നും പ്രവർത്തിക്കാതെ, തൗഹീദില്ലാതെ, അതുപോലെ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാതെ ദുർബലരായി നടക്കുന്ന ആളുകൾക്ക് സിഹർ ബാധിക്കുക. അവർക്ക് തോന്നലുണ്ടാക്കാൻ കഴിയുള്ളൂ സിഹർ ബാധിച്ചു എന്നുള്ള. ഏതാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. അതുപോലെ പ്രാർത്ഥനകളും ശരണം തേടലുകളും കുറഞ്ഞ ആളുകൾക്ക്, തൗഹീദ് കുറഞ്ഞ ആളുകൾക്ക്, അല്ലാഹുവിൽ തവക്കൽ കുറഞ്ഞ ആളുകൾക്ക്, ഇവർക്കൊക്കെയാണ് സിഹർ ബാധിക്കുക. സാധാരണ യഥാർത്ഥ വിശ്വാസികൾക്കോ യുക്തിവാദികൾക്കോ ഒന്നും സിഹർ ബാധിക്കൂല എന്നാണ് സാദുൽ മആദ് 4-ാം വാല്യം 127-ാം പേജിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നത്. അപ്പം ഈ നിരക്ക് സിഹർ ഫലിക്കൂല എന്ന് ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഒരുപാട് ആളുകൾ സിഹർ ഫലിക്കൂല എന്ന് പറഞ്ഞവരുണ്ട്. അവരെ സംബന്ധിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്.
അപ്പോൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാണ്. അതിലേക്ക് തിരിച്ചു വരണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.